ഹായ് എല്ലാവർക്കും നമസ്കാരം. സാപ്പിയൻസ് പി എസ് സിയുടെ പുതിയൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഓരോന്നായി പഠിച്ചു പോവുകയായിരുന്നു. അപ്പോൾ ആദ്യത്തെ 10 ടോപ്പിക്കുകൾ നമ്മൾ വൃത്തിയായി കവർ ചെയ്തിരുന്നു. അതിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഈ ചാനലിൽ കയറി കഴിഞ്ഞാൽ കാണാവുന്നതാണ്. അടുത്ത ഒരു 10 ടോപ്പിക്കുമായിട്ടാണ് വീണ്ടും ഞാൻ എത്തിയിരിക്കുന്നത്. ഇത് ആദ്യത്തേതുപോലെ തന്നെ ഈ 10 ടോപ്പിക്കും നമ്മൾ കവർ ചെയ്യുന്നതാണ്. വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷ, അതായത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷയായാലും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷകൾക്കായാലും ഈ ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളെ തെരഞ്ഞെടുത്താണ് നമ്മൾ ഈ ക്ലാസ്സിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് തീർച്ചയായും ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷയ്ക്കായാലും 10th ലെവൽ മെയിൻസ് പരീക്ഷയ്ക്കായാലും ഒക്കെ പഠിക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ്സുകളാണ്. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്കായും കമൻറ്റായും ഷെയറായും നിങ്ങൾ രേഖപ്പെടുത്തുക. നമ്മളെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നമുക്കും ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനമായിരിക്കും അത്. എങ്കിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഈ ഒരു ചാനലിലേക്ക് കൊണ്ടുവരാനായും സാധിക്കും. ശരി, അപ്പൊ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ ഇതായിരുന്നു ആദ്യം നമ്മൾ കവർ ചെയ്തത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 ബുക്കർ പുരസ്കാരം, ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരം, നോബൽ പുരസ്കാരം, പത്മ പുരസ്കാരം, എഴുത്തച്ഛൻ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം, വയലാർ അവാർഡ്, ഓടക്കുഴൽ പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം. ഇത്രയും ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്തു. ഇനിയുള്ള 10 ടോപ്പിക് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇവയാണ്. അതായത് ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് എന്ന് പറഞ്ഞാൽ അതൊരു ടെന്നീസ് ടൂർണമെന്റ് ആണ്. അടുത്തതാണ് സ്വരാജ് ട്രോഫി പുരസ്കാരം, പിന്നെയുള്ളത് ജ്ഞാനപീഠ പുരസ്കാരം, ആർദ്ര കേരളം പുരസ്കാരം, പിന്നെ ഹരിവരാസനം പുരസ്കാരം, ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം, അതായത് G7 സബ്മിറ്റുകളെ കുറിച്ച്, പിന്നെ PSLV ദൗത്യങ്ങളെ കുറിച്ച്, G20 സബ്മിറ്റുകളെ കുറിച്ച്, പിന്നെ റവന്യൂ പുരസ്കാരം, സംസ്ഥാന സ്കൂൾ കലോത്സവം, പിന്നെ കേരള ശാസ്ത്ര പുരസ്കാരം എന്നിവയൊക്കെയാണ് ഇനിയായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായി വരുന്ന ഈ ഒരു ക്ലാസ്സിൽ ആദ്യത്തെ 2 ടോപ്പിക്, അതായത് ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റും സ്വരാജ് ട്രോഫി പുരസ്കാരവും പൂർത്തിയാക്കണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് പോകാം. അപ്പൊ ആദ്യം നടക്കുന്നത് ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റിനെ കുറിച്ചാണ്. ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ടെന്നീസ് ടൂർണമെന്റ് ആണ്. ടെന്നീസ് ടൂർണമെന്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് 4 പ്രധാനപ്പെട്ട ടെന്നീസ് ടൂർണമെന്റുകളാണ് ഉള്ളത്. ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, വിംബിൾഡൺ, US ഓപ്പൺ. ഇത്രയും 4 ഈ 4 കൃത്യമായ ഓർഡറിൽ തന്നെ നിങ്ങൾ പഠിക്കണം. ആദ്യം നടക്കുന്നത് ഓസ്ട്രേലിയൻ ഓപ്പൺ, രണ്ടാമത് നടക്കുന്നത് ഫ്രഞ്ച് ഓപ്പൺ, മൂന്നാമത് നടക്കുന്നത് വിംബിൾഡൺ, നാലാമത് നടക്കുന്നത് US ഓപ്പൺ. ഇതിന്റെ ഓർഡർ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാണ്. എന്താണ്? അതായത് ആദ്യം A ആണ് അല്ലേ? ആദ്യം ഏതാണ്? A ആണ്. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ ഓപ്പൺ ആണല്ലോ. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ ഓപ്പൺ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, A എന്ന് സെലക്ട് ചെയ്യാം. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഓസ്ട്രേലിയൻ ഓപ്പൺ എന്ന് തന്നെ എടുക്കാം. A ഓസ്ട്രേലിയൻ ഓപ്പൺ. പിന്നെന്താ, 2 ഫ്രഞ്ച് ഓപ്പൺ ആണ്, മൂന്നാമത്തത് വിംബിൾഡൺ അല്ലെ? ഈ W എന്ത് ചെയ്താൽ മതി, ഒന്ന് ചരിച്ചിട്ട് കഴിഞ്ഞാൽ അത് 3 ആയില്ലേ, വിംബിൾഡൺ. പിന്നെ 4ാമത്തതാണ് US ഓപ്പൺ. പഠിക്കുന്നത് നമുക്ക് വേണ്ടിയില്ല, ഫോർ അസ് 4 US ഓപ്പൺ. അപ്പൊ ആദ്യം ഓർഡർ പഠിക്കുക: ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, വിംബിൾഡൺ, US ഓപ്പൺ. 2025 ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് ജേതാക്കളുടെ പേരാണ് ആദ്യം നമ്മൾ പരിചയപ്പെടുന്നത്. 2025 എന്ന് പറയുമ്പോൾ അവിടെ 8 ജേതാക്കളെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ആദ്യം മെൻ സിംഗിൾസ്, പിന്നെ വുമൺ സിംഗിൾസ്. 2026 വരുമ്പോഴും അതുപോലെ തന്നെയുണ്ട്. അപ്പൊ 2025 ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റിൽ ആദ്യം നമ്മൾ പഠിക്കുന്നത് മെൻ സിംഗിൾസ് ആണ്. കാരണം നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പം മെൻ സിംഗിൾസ് തന്നെയാണ്. ഒറ്റ മിനിറ്റ് പോലും ഇല്ലാതെ തന്നെ 2025 ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് മെൻ സിംഗിൾസ് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. ആദ്യം ഓസ്ട്രേലിയൻ ഓപ്പൺ നോക്കൂ, ജാനിക് സിന്നർ. ഫ്രഞ്ച് ഓപ്പണോ, കാർലോസ് അൽക്കാരസ്. വിംബിൾഡണോ, ജാനിക് സിന്നർ. US ഓപ്പൺ, കാർലോസ് അൽക്കാരസ്. ഇത്രയേ ഉള്ളൂ കാര്യം അല്ലെ? അപ്പൊ ഓസ്ട്രേലിയൻ ഓപ്പൺ ജാനിക് സിന്നർ, ഫ്രഞ്ച് ഓപ്പൺ കാർലോസ് അൽക്കാരസ്, വിംബിൾഡൺ ജാനിക് സിന്നർ, US ഓപ്പൺ കാർലോസ് അൽക്കാരസ്. JC കഴിഞ്ഞു. JC എന്ന് പഠിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു. ജാനിക് സിന്നർ, കാർലോസ് അൽക്കാരസ്, ജാനിക് സിന്നർ, കാർലോസ് അൽക്കാരസ്. ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, വിംബിൾഡൺ, US ഓപ്പൺ. ഞാൻ അതുകൊണ്ട് ആദ്യമേ പറഞ്ഞത് നിങ്ങൾ ഈ ഓർഡർ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം എന്ന് പറഞ്ഞത്. അപ്പൊ അവിടെ മെൻ സിംഗിൾസ് പൂർത്തിയായില്ലേ? മെൻ സിംഗിൾസ് ഇത്ര വേഗം പഠിക്കാൻ പറ്റും. ഇനി വുമൺ സിംഗിൾസിലേക്ക് പോകുമ്പോൾ വുമൺ സിംഗിൾസിൽ കാര്യങ്ങൾ അതുപോലെയല്ല, ചെറിയ രീതിയിൽ വ്യത്യാസങ്ങളുണ്ട്. ശ്രദ്ധിച്ച് വേണം പഠിക്കാൻ. ആദ്യം വുമൺ സിംഗിൾസിൽ ഓസ്ട്രേലിയൻ ഓപ്പൺ,
മാഡിസൺ കീസ്, ഫ്രഞ്ച് ഓപ്പൺ കൊക്കോ ഗൗഫ്, വിംബിൾഡൺ ഇഗാ സ്വിയാടെക്, US ഓപ്പൺ ആര്യാന സബലങ്ക. അപ്പൊ പേരുകളായി. അപ്പൊ നമുക്ക് പഠിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് എന്തായിരിക്കും, ആദ്യം ഒരു മടി കാണും എന്നവിടെ ചിന്തിക്ക് കഴിയുമ്പോൾ ആദ്യത്തെ മടി മാഡിസൺ കീസ് അല്ലേ. കൊക്കോ കോള എടുത്ത് കുടിച്ചു കഴിയുമ്പം ഇച്ചിരി മടി മാറും. കൊക്കോ ഗൗഫ്. ടക്കെന്ന് ചാടി എണ്ണിക്കുമ്പം ഗിഗാ സ്വിയ ടെക്കായി. പിന്നെ ആര്യാന സബലങ്ക. ഓക്കെ, മാഡിസൺ കീസ്, കൊക്കോ ഗൗഫ്, ഇഗാ സ്വിയാടെക്, ലാസ്റ്റിൽ ആര്യാന സബലങ്ക. അപ്പൊ ഓസ്ട്രേലിയൻ ഓപ്പൺ മാഡിസൺ കീ, ഫ്രഞ്ച് ഓപ്പൺ കൊക്കോ ഗൗഫ്, വിംബിൾഡൺ ഇഗാ സ്വിയാടെക്, US ഓപ്പൺ ആര്യാന സബലങ്ക. ഞാൻ ഇങ്ങനെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്കും പഠിക്കാനായിട്ട് സാധിക്കും. ഞാനിങ്ങനെ പറഞ്ഞ് പഠിച്ചതാണ്. അതായത് ക്ലാസ്സിൽ പറഞ്ഞ് പഠിച്ചതാണ്. അവിടെ നമുക്ക് ആവശ്യമുള്ളത് റിവിഷനാണ്. റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ഓർമ്മയിൽ വെക്കും. അല്ലാതെ ഈ പേരുകൾ എങ്ങനെ ഓർത്തിരിക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ഓർത്ത് വിഷമിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല. അപ്പൊ എങ്ങനെ കാര്യങ്ങളെ ഓർത്തിരിക്കാം എന്നുള്ളതാണ് ഞാൻ അവിടെ പറഞ്ഞത്. ഞാൻ പഠിക്കാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ്. നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ശരി, അപ്പോൾ 2025 ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണ്. ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, വിംബിൾഡൺ, US ഓപ്പൺ. ആദ്യം മെൻ സിംഗിൾസും പഠിച്ചു, വുമൻ സിംഗിൾസും നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് 2026 പോവാം. 2026 വരുമ്പോൾ ഇതിപ്പം മാസം ഏത് മാസമാണ്? ഓഗസ്റ്റ് മാസമാണ്. ഓഗസ്റ്റ് മാസമായി ഈ ഒരു സമയത്ത് നമുക്ക് ആദ്യത്തെ 3 ജേതാക്കളാണ് ഇവിടെ ഉള്ളത്. അതായത് ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, വിംബിൾഡൺ ആണ്. US ഓപ്പൺ കഴിഞ്ഞിട്ടില്ല. കാരണം സാധാരണ ഓസ്ട്രേലിയൻ ഓപ്പൺ നടക്കുന്നത് ജനുവരി മാസം, ഫ്രഞ്ച് ഓപ്പൺ ജൂൺ മാസം, വിംബിൾഡൺ ജൂലൈ മാസം, US ഓപ്പൺ സെപ്റ്റംബർ മാസമാണ് നടക്കാറുള്ളത്. ഇപ്പോൾ ഓഗസ്റ്റ് ആയിട്ടേ ഉള്ളൂ. അപ്പം അപ്പോഴത്തേക്ക് എന്തുള്ളൂ, US ഓപ്പൺ നടക്കത്തുള്ളൂ. അത് നടക്കുന്ന സമയത്തൊന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടാൽ മതിയാവും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കാര്യത്തിലേക്ക് കടക്കാം. അപ്പൊ ഈ ഞാൻ പറഞ്ഞ വർഷവും മാസം ഒന്നും പരീക്ഷയ്ക്ക് ചോദിക്കൂല. പക്ഷെ അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ജെ സെപ്റ്റംബർ, ഓസ്ട്രേലിയൻ ഓപ്പൺ ജനുവരി, ഫ്രഞ്ച് ഓപ്പൺ ജൂണ്, വിംബിൾഡൺ ജൂലൈ, US ഓപ്പൺ സെപ്റ്റംബർ. അതാണ് ജെ സെപ്റ്റംബർ. ശരി, ഓസ്ട്രേലിയൻ ഓപ്പണിൽ ആദ്യം മെൻ സിംഗിൾസ് തന്നെ പറയാം. കാർലോസ് അൽക്കാരസ് ആണ് നേടിയത്. ഇപ്പൊ നിങ്ങളുടെ ചുണ്ടുകളിൽ ഒരു ചെറിയ ചിരി വന്നു കാണും. ഈ കാർലോസ് അൽക്കാരസ് വലിയൊരു മനുഷ്യനാണ് അല്ലെ. അപ്പുറത്ത് പഠിച്ചപ്പം ആരൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ജാനിക് സിന്നർ, കാർലോസ് അൽക്കാരസ്, ജാനിക് സിന്നർ, കാർലോസ് അൽക്കാരസ്. ഇവിടെ വന്നപ്പോൾ എന്താണ് തുടങ്ങിയത്? കാർലോസ് അൽക്കാരസിലല്ലേ ഓസ്ട്രേലിയൻ ഓപ്പൺ 2026 മെൻ സിംഗിൾസിൽ നേടിയത്? ആരാണ്? കാർലോസ് അൽക്കാരസ് ആണ്. ഫ്രഞ്ച് ഓപ്പൺ നേടിയത് അലക്സാണ്ടർ സ്വരേവ് ആണ് അല്ലെ. അത് നിങ്ങൾക്ക് ഇങ്ങനെ ഓർക്കാം. 2026 വരുമ്പോൾ കാർലോസ് അൽക്കാരസും രണ്ടാമത് അലക്സാണ്ടറും, അൽക്കാരസേ അലക്സാണ്ടറെ. അപ്പൊ ഫ്രഞ്ച് ഓപ്പൺ ആരായി? അലക്സാണ്ടർ സ്വരേവ്. ശ്രദ്ധിക്കൂ, വിംബിൾഡൺ നേടിയത് ആര് തന്നെ? നമുക്ക് പരിചയമുള്ള ആള് തന്നെ. ആര്? ജാനിക് സിന്നർ അല്ലെ. ജാനിക് സിന്നർ. നോക്കിയേ, വിംബിൾഡൺ എന്ന് കേൾക്കുമ്പോ 2025 ആര് തന്നെ? ജാനിക് സിന്നർ തന്നെ. 2026 ആര് തന്നെ? ജാനിക് സിന്നർ തന്നെ. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. കാർലോസ് അൽക്കാരസ്, അലക്സാണ്ടർ സ്വരേവ്, ജാനിക് സിന്നർ. ഓക്കെ, നെക്സ്റ്റ് വുമൺ സിംഗിൾസിലേക്ക് വരാം. വുമൺ സിംഗിൾസിൽ ഓസ്ട്രേലിയൻ ഓപ്പൺ നേടിയത് എലേന റബാക്കിന എന്നാണ് പേര്. എലേന റബാക്കിന എന്നാണ് പേര്. ഫ്രഞ്ച് ഓപ്പൺ നേടിയത് മിറ ആൻഡ്രീവ എന്നാണ് പേര്. മിറ ആൻഡ്രീവ. ഓക്കെ, മിറ ആൻഡ്രീവ. അപ്പം ഓസ്ട്രേലിയൻ ഓപ്പൺ നേടിയത് വുമൺ സിംഗിൾസിൽ ആരാണ്? എലേന റബാക്കിന. ഫ്രഞ്ച് ഓപ്പൺ നേടിയത് ആരാണ്? മിറ ആൻഡ്രീവ. ഓക്കെ, നെക്സ്റ്റ് വിംബിൾഡൺ നേടിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് ലിൻഡ നോസ്കോവയാണ്. എന്ത് നേടിയത്? വിംബിൾഡൺ നേടിയത് ലിൻഡ നോസ്കോവ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു? 2026 ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റും എന്ത് ചെയ്തു? ഇവിടെ നമ്മൾ പറഞ്ഞ് പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പൊ ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്താൽ മതി? പഠിച്ചിരുന്നാൽ മതി. ഇനി നമുക്ക് അടുത്തതായിട്ട് പോകേണ്ടത്, നമ്മൾ ഒരു ടോപ്പിക് കൂടി ഈ ഒരു ക്ലാസ്സിൽ കവർ ചെയ്യുമെന്ന് പറഞ്ഞു. അത് മറ്റൊന്നുമല്ല, അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. അത് മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന പുരസ്കാരം. അതാണ് സ്വരാജ് ട്രോഫി പുരസ്കാരം.
തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന് പറയുമ്പോൾ ആരാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന് പറയുമ്പോൾ അവിടെ ഗ്രാമപഞ്ചായത്തുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തുണ്ട്, ജില്ലാ പഞ്ചായത്തുണ്ട്, മുനിസിപ്പാലിറ്റി ഉണ്ട്, കോർപ്പറേഷൻ ഉണ്ട്. ഇതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം. അപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന് പറയുമ്പോൾ അത് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ഇതൊക്കെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്ന് പറയും. അപ്പൊ മികച്ച ലോക്കൽ സെൽഫ് ഗവൺമെന്റിന് നൽകുന്ന പുരസ്കാരമാണ് ഇത് സ്വരാജ് ട്രോഫി പുരസ്കാരം എന്ന് പറയുന്നത്. അതിലെ 1ാം സ്ഥാനക്കാർക്ക് കിട്ടുന്നത് 50 ലക്ഷം രൂപയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 2024-2025 വർഷത്തെ സ്വരാജ് ട്രോഫി പുരസ്കാരം കിട്ടിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. 2024-2025 വർഷത്തെ സ്വരാജ് ട്രോഫി പുരസ്കാരം കിട്ടിയത് ആർക്കൊക്കെയാണ്? ആദ്യം നമുക്ക് ഇപ്പൊ ഇങ്ങനെ തന്നെ പോകാം. ഗ്രാമപഞ്ചായത്ത്, ആ ഓർഡറിൽ തന്നെ നിങ്ങൾ ഓർത്ത് വെച്ചു, എളുപ്പമായിരിക്കും. ഗ്രാമപഞ്ചായത്ത്, പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത്, പിന്നെ ജില്ലാ പഞ്ചായത്ത്. അപ്പൊ 3 ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ കൂടെ ആകുമ്പോൾ കഴിഞ്ഞു അല്ലെ. ഇവിടെ ഗ്രാമപഞ്ചായത്ത് ഏതാ? ഉഴമലക്കൽ. ഒന്നാമതായി പഠിച്ചു. ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ഉഴമലക്കലാണ്. ഉഴമലക്കൽ തിരുവനന്തപുരത്താണ്. അപ്പൊ മികച്ച ഗ്രാമപഞ്ചായത്ത് ഉഴമലക്കൽ തിരുവനന്തപുരം. മികച്ച ഗ്രാമപഞ്ചായത്ത് ഉഴമലക്കൽ തിരുവനന്തപുരം. ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞു. ഇനി അടുത്ത ബ്ലോക്ക് പഞ്ചായത്ത്. ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, നേമം. ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? നേമം. ബ്ലോക്ക് പഞ്ചായത്ത് നേമം, അതും തിരുവനന്തപുരം തന്നെയാണ്. അപ്പൊ ഗ്രാമപഞ്ചായത്ത് ഉഴമലക്കൽ, ബ്ലോക്ക് പഞ്ചായത്ത് നേമം അല്ലേ. അപ്പം ഈ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുമ്പോൾ അവിടെ എന്തായി? ഉഴമലക്കൽ. ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ അവിടെ എന്തായി? നേമം. അത് രണ്ടും എവിടെ തന്നെയാണ്? തിരുവനന്തപുരം തന്നെയാണ്. തിരുവനന്തപുരമാണ്. അപ്പൊ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം, ഗ്രാമം എന്ന് പറയുമ്പോൾ അവിടെ പുഴയും മലയും ഒക്കെ ചേരുന്നതാണ് ഗ്രാമം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? ഗ്രാമത്തിന്റെ ഭംഗി പുഴയും മലയുമാണ്. അപ്പൊ പുഴയും മലയുമാണെന്ന് പറയുമ്പോൾ ഗ്രാമപഞ്ചായത്ത് പുഴമല, പുഴമലയല്ല ഉഴമല, ഉഴമലക്കൽ എന്ന് കിട്ടും. ബ്ലോക്ക് പഞ്ചായത്ത് നേമമാണ്. ഇനി അടുത്തത് ജില്ലാ പഞ്ചായത്ത് കൊല്ലം. ജില്ല കൊള്ളാം, ജില്ല കൊള്ളാം, ജില്ല കൊള്ളാം, ജില്ല കൊള്ളാം എന്ന് പറയുമ്പോൾ ജില്ല ഏതായി? കൊല്ലമായി. അപ്പൊ പിന്നെ ഉള്ളത് മുനിസിപ്പാലിറ്റി. മുനിസിപ്പാലിറ്റി ഗുരുവായൂരാണ്. ഗുരുവായൂർ ഇപ്പോഴും എന്താണ്? ഹാട്രിക് കിരീടമാണ്. 3ാം തവണയാണ് ഗുരുവായൂർ നേടുന്നത്. അപ്പം ഗുരുവിന് മുന്നിൽ എന്ന് ഓർക്കുമ്പോൾ മുനിസിപ്പാലിറ്റി ഗുരുവായൂർ തന്നെ കിട്ടും. പിന്നെ ഉള്ളത് ഏതാ? കോർപ്പറേഷൻ. കോർപ്പറേഷൻ തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ കോർപ്പറേഷനും ഏറ്റവും വലിയ കോർപ്പറേഷനും ഒക്കെ തിരുവനന്തപുരമാണ്. അപ്പൊ കോർപ്പറേഷൻ മാറിപ്പോത്തില്ല, തിരുവനന്തപുരം. അപ്പൊ ഒന്നുകൂടെ പറയാം, ഗ്രാമപഞ്ചായത്ത് ഉഴമലക്കൽ, അത് തിരുവനന്തപുരം. ബ്ലോക്ക് പഞ്ചായത്ത് നേമമാണ്. ജില്ലാ പഞ്ചായത്ത് കൊല്ലമാണ്. മുനിസിപ്പാലിറ്റി ഗുരുവായൂരാണ്. കോർപ്പറേഷൻ തിരുവനന്തപുരമാണ്. ഇത്രയുമാണ് എന്ത്? സ്വരാജ് ട്രോഫി 2024-2025 കാര്യമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. പെട്ടെന്ന് തന്നെ തലയിൽ കയറുന്ന പോയിന്റുകളാണ്, ഓർത്ത് സൂക്ഷിക്കുക. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ ക്ലാസ്സുകളിൽ എന്തെങ്കിലുമൊക്കെ കാറ്റങ്ങളൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും കമന്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. നമുക്ക് വീണ്ടും മറ്റൊരു ക്ലാസ്സുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.